ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജസ്റ്റ് ഒരു കാഷ്വൽ ഡേ അറ്റ് ഹോമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിന്നു ഇതാ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അവളുള്ളത് കൊണ്ടും അതേപോലെ തന്നെ കുറച്ച് ഗസ്റ്റും കൂടെ വരാനുണ്ട്. അമ്മയുടെ വേറൊരു സിസ്റ്ററും അവരുടെ മക്കളും വരുന്നുണ്ട്. സോ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ മന്തി അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ രണ്ടാമത്തെ സിസ്റ്ററാണിത്, സ്മിനു ചേച്ചി. രണ്ട് മക്കളാണ്, ടാറ്റു, ടിറ്റി. ടാറ്റു ഇപ്പോൾ ക്യുസാറ്റിൽ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടിറ്റി 7th സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റു ഇപ്പോൾ കോളേജിൽ നിന്ന് അവധിക്ക് വന്നതുകൊണ്ട് ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. സ്മിനു ചേച്ചി എൻ്റെ വ്ളോഗിങ് എന്നെ മിമിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ചിറ്റ്ചാറ്റ് ടൈമാണ്. അമ്മമ്മയും അച്ഛനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മിക്കവാറും ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ ഇതുപോലെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തറവാട് അടച്ചിട്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുന്നേ വരെ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഒത്തുകൂടിയിരുന്നത് അവിടെയായിരുന്നു. ഇന്ന് എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, എൻ്റെ ഫ്രണ്ട് നന്ദിതയുടെ വീട്ടിൽ. ഇന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ആണ്. അവൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. സോ അതിൻ്റെ ചെറിയൊരു പാർട്ടി പോലെയും അതേപോലെ തന്നെ ഞങ്ങൾ 4 പേരും കൂടെ, ആതിര, ദൃശ്യാണ് മറ്റു 2 പേര്, ഞങ്ങൾ 4 പേരും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ടറി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നത്. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദൃശ്യ വരും. അവൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിനടുത്തുള്ള കൊല്ലത്തുള്ള ഗുരുദേവ കോളേജിലാണ്. ഞാനും അവിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ PSC പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ റിസൈൻ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ആതിര ചോമ്പാലയുള്ളൊരു അൺഎയ്ഡഡ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവളും സ്ട്രെയിറ്റ് അങ്ങോട്ടേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊയിലാണ്ടി അരങ്ങാടത്താണ് നന്ദിതയുടെ വീട് വരുന്നത്. ഞങ്ങൾ 4 പേരും ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുദേവ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ്. ടിറ്റി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദിതയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ വീഡിയോസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് റെഡി ആയിട്ട് പോകുന്നത്. അങ്ങനെ ദൃശ്യം എത്തിയിട്ടുണ്ട്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേയിൻ്റെ വീഡിയോ ഞങ്ങൾ 4 പേരും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. സോ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്